സ്വന്തം വീട്ടുകാരെ തന്നെ തള്ളി പറഞ്ഞിരിക്കുകയാണ് രേണു സുധി. ലാലേട്ടൻ വന്ന സമയത്ത് രേണു സുധിയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. രേണു ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നോമിനേഷനിൽ വന്നിരുന്നു. നോമിനേഷനിൽ വന്ന സമയത്ത് തന്നെ രേണു സുധിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ ഒരു വീഡിയോയും വന്നു. ആ വീഡിയോയിൽ രേണു സുധി തന്നെ പറയുന്നുണ്ട്, ഞാൻ ആദ്യത്തെ ആഴ്ച തന്നെ ബിഗ് ബോസിൽ നോമിനേഷനിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നവരും സുധിച്ചേട്ടനെ സ്നേഹിക്കുന്ന എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം, എനിക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് രേണു സുധിക്ക് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ രേണു സുധി തന്നെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചു. ഇതിനെപ്പറ്റിയാണ് ലാലേട്ടൻ രേണുവിൻ്റെ അടുത്ത് ചോദിച്ചത്. ഇത് ശരിയാണോ രേണു, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിരുന്നു. അത് കഴിഞ്ഞ് ലാലേട്ടൻ പോയ സമയത്ത് എല്ലാവരും വീട്ടിൽ കയറി നിൽക്കുന്ന സമയത്ത് രേണു ക്യാമറയിൽ നോക്കി ആ ഒരു തെറ്റിനെ ന്യായീകരിക്കുകയാണ്. എൻ്റെ ഒരു കസിനാണ് അത് പോസ്റ്റ് ചെയ്തത്, ഞാൻ അവനോട് ചോദിച്ചതാണ് ഇത് ശരിയാകുമോ ഇത് ശരിയാകില്ലായിരിക്കാം എന്ന് ചോദിച്ചതാണ്, ഞാൻ അറിഞ്ഞുകൊണ്ടല്ല മനഃപൂർവ്വമല്ല എന്ന് പറയുന്നു. മനഃപൂർവ്വമല്ല എന്ന് പറഞ്ഞത് അത് എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുന്നത്? കാരണം അറിഞ്ഞുകൊണ്ട് തന്നെ രേണു സുധി തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് മനഃപൂർവ്വമല്ല എന്നത് എങ്ങനെയാണ് പറയുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൽ പ്രധാനമായിട്ട് രേണു പറയുന്നത്, എൻ്റെ പൊന്നു കസിനെ നീ ഇനി അങ്ങനെ ഒന്നും ചെയ്യരുത്, നീ സൂക്ഷിച്ചോ, നീ അങ്ങനെ ഒന്നും ചെയ്യരുത് എന്ന് രേണു സുധി പറയണേ. രേണു സുധി തന്നെ മനഃപൂർവ്വമല്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? രേണു സുധി തന്നെയാണ് ആ വീഡിയോയ്ക്കകത്ത് വോട്ട് അഭ്യർത്ഥിക്കുന്നത്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോൾ അത് ഇവർ ഒരുമിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അത് വലിയൊരു തെറ്റാണോ എന്ന് ചോദിച്ചാൽ വലിയൊരു തെറ്റാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. കഴിഞ്ഞ സീസണിൽ ഋഷിയും ഇതുപോലെ തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇത്തവണ രേണു ചെയ്ത വീഡിയോ ആണ് എല്ലാവരും ചർച്ചയാക്കിയതും അതൊരു വൻ വിഷയമായതും ഇത്തവണയാണ്. കാരണം ഓൾറെഡി നോമിനേഷനിൽ വരാമെന്ന് അറിയായിരുന്നു അല്ലേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ട്രോളുകളും സംസാര വിഷയവും ആയതിനെ ചൊല്ലിയാണ് ലാലേട്ടൻ അത് ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായതും. അവസാനം രേണു സുധി ആ ക്യാമറയിൽ നോക്കി എനിക്കിതിനെ പ്രായശ്ചിത്തം ചെയ്യുന്നതായിട്ട് ഞാൻ ഒരു 10 ഏത്ത ഇടുകയാണെന്ന് പറഞ്ഞ് ഒരു 10 തവണ അവിടെ ഏത്ത ഇടുന്നുണ്ട്. നിവിൻ അത് വന്ന് എണ്ണുന്നുമുണ്ട്. എന്തായാലും ബിഗ് ബോസിൻ്റെ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.